തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് നാട്. യോഗ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. പലയിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്തിനെ കുറിച്ചാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഇടത് കോട്ടയായി തന്നെ നിലനിന്നിട്ടുള്ളതായിരുന്നു. ഇത്തവണ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് UDF. 26 ഡിവിഷനുകളിൽ 3 ഇടങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയിക്കാനായത്. വികസന പദ്ധതികളും ജില്ലയിലെ സംഘടനാ സ്വാധീനവും ഭരണ തുടർച്ച നൽകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം. അക്കൗണ്ട് തുറക്കാനുള്ള തീവ്രശ്രമത്തിലാണ് BJPയും. കൊല്ലത്ത് നിന്ന് നന്ദുഷയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നന്ദുഷൈ പറഞ്ഞതുപോലെ തന്നെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഇടതുകോട്ടയായി തന്നെ നിലനിന്നു പോകുന്നതാണ്. കഴിഞ്ഞ തവണ 3 സീറ്റുകളിൽ, അതായത് 3 ഡിവിഷനുകളിൽ മാത്രമാണ് UDFന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ UDF മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? വികസന കാര്യങ്ങൾ തന്നെയാണോ ഇടതുപക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത്? അപ്പോൾ തന്നെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ഈ ഡിവിഷനുകളൊക്കെ? അനീഷ, 26 സീറ്റുകളാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ജില്ലയിലാകമാനമുള്ളത്. അതിൽ ഏതാണ്ട് 3 സീറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ ഡിവിഷനുകളിലും ഇടതുപക്ഷമാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. അതുപോലെ തന്നെ എല്ലാ ഡിവിഷനുകളിലും ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ ഉള്ളതെന്നും പറയപ്പെടുന്നുണ്ട്. കലയപുരം, വെട്ടിക്കവല, അതോടൊപ്പം ചവറ എന്നീ ഡിവിഷനുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന്റെ കൈവിട്ടു പോയത്. അതേ ഡിവിഷനുകൾ തിരിച്ചു പിടിക്കുകയും അതോടൊപ്പം കഴിഞ്ഞ തവണത്തെ നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉറപ്പിക്കാനുമുള്ള ഒരു തീവ്രമായ പ്രചരണത്തിലായിരിക്കും ഇടതുപക്ഷം ഇത്തവണ മുൻതൂക്കം കൊടുക്കുക. സ്വരാജ് ട്രോഫി അടക്കമുള്ള ജില്ലാ പഞ്ചായത്തിന്റെ മികവിനുള്ള സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പുരസ്കാരമായ സ്വരാജ് ട്രോഫി അടക്കം ജില്ലാ പഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം 2 തവണയും, അതായത് 2 ടേമായിട്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നത്. ആദ്യ തവണ CPIയുടെ സാംകെ ഡാനിയലും അതിനുശേഷം CPMന്റെ PK ഗോപനുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വന്നത്. ഇരു പ്രസിഡന്റുമാരെ പറ്റിയും മോശമൊന്നും പറയാനില്ല, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ പറ്റി പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ലാതെ തന്നെ അവരുടെ പ്രവർത്തന കാലയളവ് പൂർത്തിയാക്കാൻ അവർക്കായി. അതോടൊപ്പം രാജ്യത്ത് തന്നെ ഭരണഘടനാ സാക്ഷരതയുള്ള രാജ്യത്തെ ആദ്യത്തെ ജില്ലയായും കൊല്ലത്തിന് മാറാൻ കഴിഞ്ഞത് ഈ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ്. അത് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി സംബന്ധിച്ച് എടുത്തു പറയേണ്ട വലിയൊരു നേട്ടമായി തന്നെ കണക്കാക്കാം. രാജ്യത്ത് തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതയുള്ള ജില്ലയാക്കി കൊല്ലത്തെ മാറ്റിയെടുത്തത് ഈ കഴിഞ്ഞ ഭരണസമിതിയാണ്. അതോടൊപ്പം UDF ക്യാമ്പും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം ജില്ലയുടെ പല മേഖലകളിലും CPMും CPIയും തമ്മിലുള്ള ബന്ധം അത്ര രസത്തിലല്ല, അത്ര ശോഭനീയമല്ല. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ UDFന് ശക്തമായി കടന്നു വരാനാകുമെന്നാണ് UDF വിശ്വസിക്കുന്നത്. കിഴക്കൻ മേഖലകളിലടക്കം ഇടത് കോട്ടകൾ തകർക്കാനാകും എന്ന വിശ്വാസം തന്നെയാണ് UDFനുള്ളത്. എങ്കിൽ പോലും പല മേഖലകളിലും UDF ക്യാമ്പിനെ കഴിഞ്ഞ തവണ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇടത് മുന്നേറ്റമുണ്ടായത്. കൊട്ടാരക്കരയുടെ വികല മേഖലകളിലും കോൺഗ്രസ് ഇത്തവണ വലിയ പ്രചരണമാണ് അഴിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ധനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ UDF ക്യാമ്പിന് തെല്ലൊരു ഭീതി പകരുന്നതാണ്. അതോടൊപ്പം തന്നെ BJPയുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. BJP ഇതുവരെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ഒരു മെമ്പറെ പോലും BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഡിവിഷൻ പോലും അവർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും കഴിഞ്ഞ തവണ ചില ഡിവിഷനുകളിലൊക്കെ പെരിനാട് പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള മിക്ക ഡിവിഷനുകളിലും BJPക്ക് രണ്ടാമതെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. UDFനേക്കാൾ വോട്ട് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പെരിനാട് കഴിഞ്ഞ തവണ യുവ സ്ഥാനാർത്ഥി ഇറക്കിയാണ് ആ മുന്നേറ്റം, അപ്രതീക്ഷിതമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ BJPക്ക് ആയത്. അതുകൊണ്ട് തന്നെ അവരും NDA മുന്നണിയും ഇത്തവണ വളരെ ആത്മവിശ്വാസത്തിലാണ് അനീഷ. ഏതായാലും വളരെ വലിയ പോരാട്ടമാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പിടിക്കാനായി 3 മുന്നണികളും നടത്തുന്നത് അനീഷ്.